അത് ഞാൻ ഗസ് ചെയ്ത് തന്നെയാണോ എന്നുള്ളത് ഞാൻ ഇപ്പോൾ അവർ ബോംബിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ടോപ്പിക് വിട്. ഇന്ന് രണ്ട് കൽപ്പിച്ച് വരും MRC. അപ്പോൾ ഞാൻ ഒരു അപ്ഡേറ്റ്സ് പറഞ്ഞുതരാം. ഇന്നലെ സംഭവങ്ങൾ ഉള്ളതിൻ്റെ അപ്ഡേറ്റ്സ് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കേട്ടിട്ട് പൊക്കോട്ടെ. അപ്പോൾ അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ ഇന്നലെ നിങ്ങൾക്ക് സിറ്റുവേഷനുകൾ കണ്ടിട്ടുണ്ടാവും. അതായത് റീസെൻ്റ്ലി അവർ ഇന്നലെ ലൈവ് ഇട്ടിട്ട് ഇതേപോലെ ഇപ്പോൾ റാംബോണിലും എന്നെ തെറി വിളിക്കുന്ന ഇതേപോലെ തന്നെ വിളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ ക്ലിപ്പ് റിയാക്ട് ആക്കിയിട്ട് ഞാനും തിരിച്ച് അങ്ങോട്ടേക്കും പറഞ്ഞു. ഇന്നലെ നമ്മുടെ DC എന്നിട്ട് തിരിച്ച് അവരും അങ്ങോട്ടേക്ക് പറഞ്ഞു. അങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ ഭയങ്കര വേഴ്സായി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇന്നലെ ലേറ്റ് നൈറ്റ് PUBG PC നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ എനിക്ക് ഷെയ്ക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. ഇതേപോലെ ഒന്ന് ഡിസ്കോഡിൽ അവർ ഷെയ്ക്കിൻ്റെ ഡിസ്കോഡിലൊന്ന് വരുമോ, ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം സിറ്റുവേഷനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് ഹിറ്റ്മാനോട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഞാൻ BCയിലായിരുന്നു, അപ്പോൾ DCയിലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഹിറ്റ്മാൻ പറഞ്ഞു ഹിറ്റുവിന് അത് സംസാരിക്കാൻ താല്പര്യമില്ല. ഹിറ്റ്മാൻ മാത്രമല്ല അവിടെയുള്ള VCയിലുള്ള KV ആർക്കാണെങ്കിലും, കാരണം ഓൾറെഡി തെരുവിൽ ഇതൊക്കെ ആയതാണ്, തന്നൊക്കെ വിളിച്ചാണ്. അപ്പോൾ അത് ഇനി സംസാരിച്ച് സോൾവ് ആക്കാനോ അല്ലെങ്കിൽ സംസാരിച്ച് ഇതാക്കാനോ താല്പര്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ സൈഡിൽ നിന്നും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ഷെയ്ഖിനോട് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഒന്ന് സംസാരിക്കാനാണ് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാൻ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ലൈവ് ഉണ്ടാക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈവ് ഉണ്ടാക്കിയിട്ട് ഞാനങ്ങനെ ഷെയ്ഖിൻ്റെ ഡിസ്കോഡിൽ പോയിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡിസ്കോഡിൽ ഇപ്പോൾ കറൻ്റ്ലി ഇഷ്യൂസ് നടക്കുന്നതിൽ നമുക്ക് ഇതേപോലെ ഹെയ്റ്റ് ഉള്ള ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നു ആ ഒരു ഡിസ്കോഡിൽ. ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ജസ്റ്റ് വീഡിയോ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ആരൊക്കെ ഉണ്ടായിരുന്നത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ തെറി വിളിച്ചത് റാംബോ ആയിട്ട്. അപ്പോൾ റാംബോ വരെ ഉണ്ടായിരുന്നു. റാംബോ, കുറുപ്പ്, മാരി, ചാർലി, ഷെയ്ഖ്, രാജുഭായ്, മാക്ക്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നു ആ ഡിസ്കോഡിൽ. സോ ഇവരെല്ലാവരും കൂടെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചിരുന്നു അവിടെ പോയിട്ട്. അപ്പോൾ അതിൽ സംസാരിച്ച് കുറേ കാര്യങ്ങൾ അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. അതായത് അവരുടെ സംഭവങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇതേപോലെ ഇഷ്യൂസും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു. ലൈക്ക് എന്താണ് ഇപ്പോൾ റാംബോനാണെങ്കിലും ഇതേപോലെ ഇങ്ങനെ KV ടാർഗറ്റിംഗ് എന്ന പോലെ KVത്തെ പ്ലേയേഴ്സിനാണെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്. KVനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഇപ്പോൾ റാംബോ ആണെങ്കിലും അങ്ങനത്തെ രീതിയിൽ അതുകൊണ്ടാണ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ള ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനം പറഞ്ഞ് ഒരു അറ്റ് ദ എൻഡ് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. അത് അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ അവർ തെറി വിളിച്ചു, അതിന് തിരിച്ച് കൗണ്ടറായിട്ട് നമ്മളും തിരിച്ച് അങ്ങോട്ടേക്കും എല്ലാവരും തെറി വിളിച്ചതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ OC സിറ്റുവേഷൻസ് റാഗിങ്, അങ്ങോട്ട് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് റാഗിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര വേഴ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവർക്കും താല്പര്യമില്ല, അങ്ങനെ OC ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്കും താല്പര്യമില്ല എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടറും ഇവിടെ എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പണ്ടോട്ട് തന്നെ അറിയുന്നവർക്ക് അറിയാം, എനിക്കും ഇതേപോലെ ഭയങ്കര ഒരു കോൺട്രവേഴ്സിയിലോട്ട് കൊണ്ടുപോയി എപ്പോഴും സ്റ്റിൽ അത് അവരാതും പറഞ്ഞ് അങ്ങനെ നടക്കാൻ എനിക്കും പേഴ്സണലി താല്പര്യം. എനിക്കൊരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ അത് മാക്സിമം അത് സിറ്റിക്കകത്ത് തീർക്കുക എന്നൊരു മൈൻഡ് സെറ്റാണ് എനിക്കും ഉള്ളൂ. അപ്പോൾ എനിക്കും ഇതേപോലെ OC ഒരു ഡ്രാഗ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസ് ഇവരുടെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അത് വൾഗറാക്കി കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരുന്നു അവരായിട്ട് ഇനി ഒരു OC സിറ്റുവേഷൻസ്, അതായത് സിറ്റിക്കകത്തെ സിറ്റുവേഷൻസ് അല്ല, സിറ്റിയിലത്തെ സിറ്റുവേഷൻസ് ഇപ്പോൾ ആസ് ഓഫ് നൗ എങ്ങനെയാണോ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ അപ്പാപ്പനെ ഇതാക്കി നമ്മൾ സിറ്റിയിൽ ചോദിക്കും, അത് ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സിറ്റി സിറ്റുവേഷൻസ് നമ്മളൊന്നും സോൾവ് ആക്കാനൊന്നും താല്പര്യമില്ല. സിറ്റി വന്നു കഴിഞ്ഞാൽ അത് സിറ്റിയിലത്തെ സിറ്റുവേഷൻസ് നമ്മളത് എടുക്കും. പക്ഷേ അവർ പറഞ്ഞു അവരുടെ സൈഡിൽ നിന്ന് ഇനിയിപ്പോൾ ഈവൻ റാംബോ അടക്കം പറഞ്ഞു റാംബോ ഇനിയിപ്പോൾ അതിൻ്റെ റിപ്ലൈ ഇന്നലെ പറഞ്ഞതിൻ്റെ റിപ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് തെറി വിളിച്ചതിൻ്റെ റിപ്ലൈ ആയിട്ട് പോലും അവരുടെ സൈഡിൽ നിന്ന് ഇനി അതിനൊരു ലൈവ് ഇട്ടിട്ടോ അല്ലെങ്കിൽ OC ആയിട്ടോ ഒന്നും തെറി വിളിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒന്നും വരില്ല എന്ന് ഈവൻ റാംബോൻ്റെ സൈഡിൽ നിന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. റാംബോ വരെ പറഞ്ഞിട്ടുണ്ട് അവർ ഇനി അതിന് തെറി വിളിച്ചിട്ടോ ഒന്നിനും വരില്ല, സിറ്റിക്കത്തെ സിറ്റുവേഷൻസ് എന്താണെങ്കിൽ ആ രീതിക്ക് വന്നോളാം എന്ന് അവരും ഇതേപോലെ എല്ലാവരും. ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് കാണിച്ചെന്ന് അവരുടെ മെയിൻ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഉള്ളവർ. അപ്പോൾ അവരെല്ലാവരും അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ സൈഡിൽ നിന്ന് ഇല്ലാത്ത പക്ഷം നമ്മുടെ സൈഡിൽ നിന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് ഞാനത് ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ നിന്നും ഇനി അങ്ങനത്തെ ഒരു OC സിറ്റുവേഷൻസിലോട്ട് പോകരുത്. അതായത് ഇപ്പോൾ ഇന്നലെ നടന്ന പോലത്തെ ഇനി OC അവരായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി നമ്മുടെ സൈഡിൽ നിന്നും ഇതേപോലെ OC ഡ്രാഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതേപോലെ വേറെ ഇഷ്യൂസ് സംഭവങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അതിലിട്ടൊന്നും ഡ്രാഗ് ആക്കിയിട്ടൊന്നും DC ഇരുന്നിട്ടൊന്നും സംസാരിക്കേണ്ട. സിറ്റിക്കകത്തുള്ള സിറ്റിക്കകത്ത് തീർക്കാം. അത് നമുക്ക് സിറ്റുവേഷൻ പാപ്പനെ പറഞ്ഞാണെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ അത് എടുത്തിട്ട് നമ്മളത് സിറ്റിക്കകത്ത് തീർക്കും. ബാക്കി OC സംഭവങ്ങൾ വേണ്ട എന്നുള്ളത് അത്രേ ഉള്ളൂ. കൺവിൻസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അവരത് ഇല്ലയെന്ന് പറഞ്ഞു, അവരുടെ സൈഡിൽ നിന്ന് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ഒബ്വിയസ്ലി നമ്മുടെ സൈഡിൽ നിന്ന് പിന്നെ എന്തിനാണ് ഇതാക്കേണ്ട ആവശ്യം. എനിക്ക് പേഴ്സണലി ഞാൻ പറയാം, എനിക്ക്
ഒട്ടും താല്പര്യമില്ല ഈ ഓസി സിറ്റുവേഷൻസ് അങ്ങോട്ട് ഇത് അവിടുത്തെ സംഭവങ്ങൾ ഇങ്ങോട്ട് അവിടുത്തെ ഇവിടുത്തെ സംഭവങ്ങൾ അങ്ങോട്ട് അങ്ങനെ ഓരോന്ന് സംഭവങ്ങൾ വലിച്ചിട്ട് ഇതാക്കാൻ കാണാൻ ഭയങ്കര രസമായിരിക്കും നിങ്ങൾക്ക്. പക്ഷെ അത് ഒട്ടും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും പേഴ്സണലി താല്പര്യമില്ല പറയാം. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും താല്പര്യമില്ല. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ ഇല്ലെങ്കിൽ നമ്മളും നമ്മുടെ സൈഡിൽ നിന്നും അത് നിർത്തും. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇടാത്ത പക്ഷം നമ്മുടെ സൈഡിൽ നിന്നും ഓസി സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ എല്ലാവരും അവരത് വാക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ഞാനത് നോക്കിക്കോളാം എന്ന് ഞാനും വാക്ക് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ. ബാക്കി സിറ്റുവേഷൻസൊക്കെ സിറ്റിക്കകത്ത് ബാക്കി സിറ്റുവേഷൻസൊക്കെ സിറ്റിക്കകത്ത് സെയിം ആസ് ഓഫ് നൗ എങ്ങനെയാണോ പോകുന്നത് സെയിം ഇതിൽ തന്നെ ആയിരിക്കും. സിറ്റിയിൽ ഇനിയിപ്പോൾ അവരാര് വന്നാലും നമ്മൾ ഉണക്കേണ്ടത് ഉണക്കും, സിറ്റുവേഷൻസ് എടുക്കും, അടിക്കേണ്ടത് അടിക്കും. അതിലൊന്നും യാതൊരു മാറ്റമില്ല. ജസ്റ്റ് ഈ OC ഡ്രാഗിങ് ഡിസ്കോഡിൽ നിന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടുള്ള തെറിവിളി അടിപിടി ഈ സംഭവങ്ങൾ മാത്രമാണ് ഇതാക്കിയിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു അത് സ്റ്റിൽ അത് തന്നെയാണ് ബെറ്റർ. അത് OC ആയിട്ട് കൊണ്ടുപോകാൻ എനിക്കും സ്റ്റിൽ താല്പര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇതേപോലെ ഞാൻ തെറി വിളിച്ചാണെങ്കിലും കാരണം ഞാൻ അത് അവിടെ ഒന്നും റാംബോനെ പറയാൻ നിന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ തെറി വിളിച്ച് കേട്ടപ്പോൾ എനിക്ക് നല്ല രീതിക്ക് കൊണ്ടു. അതുകൊണ്ട് ഞാൻ തിരിച്ച് തെറി വിളിച്ചതെന്നുള്ള റാംബോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റാംബോയും കാര്യങ്ങളും മനസ്സിലായി. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് ഇന്നലെ നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൗണ്ടർ റിപ്ലൈ ആയിട്ട് ഇന്ന് വരും. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് ആയിരുന്നു പോകുന്നതാണ് വിചാരിച്ചത് എല്ലാവരും. അപ്പോൾ അതിലോട്ട് ഡ്രാഗ് ആക്കാൻ എനിക്കും താല്പര്യമില്ല. അപ്പോൾ അവർക്കും അത് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ഇതാക്കി സീക്കന്മാരുടെ വിക്കറ്റ് വലിച്ചൂടെ അതൊക്കെ ഇതാക്കിയടാ. അപ്പോൾ അതൊക്കെ അവരുടെ സൈഡിൽ നിന്ന് ഇനി ഒന്നും വേറെ ഇഷ്യൂസ് ഒന്നും OC സൈഡിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കും അത് ആ രീതിക്ക് കൊണ്ടുപോകാനാണ് താല്പര്യമുള്ളത്. എനിക്കും വേറൊന്നും ഇതാക്കാൻ താല്പര്യമില്ല. അപ്പോൾ അത് നമുക്ക് സിറ്റിക്കകത്തുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാം. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ.